സുബ്ഹാനഹു വ തആല പ്രത്യേകമായ മഗ്ഫിറത്ത് കൊടുക്കുന്ന രാത്രിയാണത്. ആ രാത്രി ഇബാദത്തിന് വേണ്ടി ഒരുങ്ങുക എന്നത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ശ്രദ്ധിക്കുക. ചെയ്യേണ്ട ഇബാദത്തുകൾ ഒന്നിങ്ങനെ ഓടിച്ച് പറഞ്ഞു തരാം. നേരം വൈകൂലല്ലോ. ചെയ്യേണ്ട ഇബാദത്തുകൾ ഒന്ന് ഞാൻ ഇങ്ങനെ ഓടിച്ച് പറഞ്ഞു തരാം. ചെയ്യേണ്ട ഇബാദത്തുകൾ എന്തൊക്കെയാണ്? ചെയ്യേണ്ട ഇബാദത്തുകൾ ഓടിച്ച് ബഹുമാനപ്പെട്ട അല്ലാമ അബ്ദുൽ ഹമീദ് ശാഫിഈ റഹ്മഹുല്ലാഹ് ബഹുമാനപ്പെട്ട കൻസുൻ നജാഹി വസ്സുറൂർ എന്ന ഫിൽ അദ്ഇയത്തിൽ മഅ്സൂറാത്ത് അല്ലദീ തശ്റഹ് സുദൂർ എന്ന ഒരു കിതാബുണ്ട്. അതിൽ അവർ പറയുന്നു ഫുള്ളില റജബും ഫിൽ അശരിൽ ഉവലി ലിഅജ്ലി ഫളി അവ്വലി ലൈലത്തി മിൻഹു. റജബിന് ശ്രേഷ്ഠമാക്കപ്പെട്ടു. റജബിന്റെ ആദ്യത്തെ രാത്രി കൊണ്ട് റജബിലെ ആദ്യത്തെ 10 ശ്രേഷ്ഠതയാണ്. എന്തുകൊണ്ട്? റജബിന്റെ ആദ്യത്തെ രാത്രി കാരണം റജബിന്റെ ആദ്യത്തെ 10 ശ്രേഷ്ഠമാക്കപ്പെട്ടു. വഫുള്ളില ശഅബാൻ ഫിൽ അശരിൽ ഔസതി ലിഅജ്ലി ലൈലത്തി നിസ്ഫി മിൻഹു. ശഅബാൻ രണ്ടാമത്തെ 10 ശ്രേഷ്ഠമാക്കപ്പെട്ടു. കാരണം അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ബറാത്തിലുള്ളത് കൊണ്ട്. വഫുള്ളില റമളാൻ ഫിൽ അശരിൽ അഖീരി ലൈലത്തുൽ ഖദ്രി. ലൈലത്തുൽ ഖദ്ർ ഉള്ളത് കൊണ്ട് റമളാന്റെ അവസാനത്തെ 10 ശ്രേഷ്ഠമാക്കപ്പെട്ടു. അപ്പോൾ ഒന്ന് പറഞ്ഞാളി, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഈ മൂന്നിൽ 3 10. റജബിന്റെ ആദ്യത്തെ 10 ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ട്? റജബിൽ എന്തുണ്ട്? ആദ്യത്തെ രാത്രി കാരണം ആദ്യത്തെ 10 ശ്രേഷ്ഠത. പിന്നെ ശഅബാന്റെ നടുവിലെ 10 ശ്രേഷ്ഠത. എന്ത് കാരണം? അതിൽ എന്തുണ്ട്? ബറാത്തിലാവുള്ളതുകൊണ്ട്. റമളാന്റെ അവസാനത്തെ 10 ശ്രേഷ്ഠത. എന്ത് കാരണം കൊണ്ട്? അതിൽ ലൈലത്തുൽ ഖദ്ർ ഉള്ളതുകൊണ്ട് എന്നെ മഹാന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. ഖംസു ലയാലിൻ ബഹുമാനപ്പെട്ട ഇമാം മനാബി തങ്ങൾ തന്റെ ഫൈറുൽ ഖദീർ എന്ന ലോക പ്രശസ്തമായ കിതാബുണ്ട്. എല്ലാവർക്കും അറിയാലോ. ബഹുമാനപ്പെട്ട ഇമാം മനാബിയുടെ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഫൈറുൽ ഖദീർ എന്ന കിതാബ്, അതിൽ അവർ പറയുന്നുണ്ട് ഖംസു ലയാലിൻ ലാ തുറദ്ദു ദഅവത്ത് ഫീഹിന്ന ദഅവ. 5 രാത്രികളുണ്ട്, അതിൽ ദുആ തള്ളപ്പെടുകയില്ല. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. ബിദ്അത്തിന്റെ കക്ഷികളുടെ പിന്നാലെ പോകരുത്. അവർക്കും നന്നാകാം. വെറുതെ ആവശ്യമില്ലാത്ത വർത്താനമൊക്കെ പറയലൊക്കെ നിർത്തിയിട്ട് മനുഷ്യന്മാർ എന്താ ഈ ദിവസങ്ങളൊക്കെ ചെയ്യുക? ഇനിയിപ്പോൾ അതുകൊണ്ടല്ല പറയാം. എന്താ ഇപ്പോൾ മനുഷ്യന്മാർ ഈ ദിവസങ്ങളൊക്കെ ചെയ്യാറുള്ളത്? ദ്വാരക്ക. ആരോട്? അള്ളാഹിനോട്. നിങ്ങൾ എന്തിനാ പ്രശ്നമാക്കണത്? എന്ത് വിഷയമുള്ളത്? അതിനവർ കുത്തിമറിയാണെങ്കിൽ തിരക്കടില്ല. ചിന്തിക്കണം. ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ ഒരു അങ്ങനെ കാര്യം സംസാരിച്ചു. അത് സംസാരിച്ചപ്പോൾ പറഞ്ഞു പിന്നെ ഉമ്മ മരിച്ചതാണ്. അപ്പോൾ ഉമ്മ മരിച്ചതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞു, നമുക്ക് ഒതുങ്ങിയ ആളുകൾ മാത്രം ഉള്ളൊരു പരിപാടി റജബിൻ്റെ ഷാബാൻ്റെ 15-ാം രാവിനെ ചെയ്താൽ മതി, മറ്റൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. എന്തുകൊണ്ട്? വലിയൊരു പരിപാടിയൊക്കെ ഉണ്ടാക്കിയ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ദുആയിൽ പങ്കെടുക്കാനോ മറ്റു അമലുകൾ ചെയ്യാനോ കഴിയില്ല. മനസ്സിലാണ്ടോ? എല്ലാവരും അതിൽ ശ്രദ്ധ വെക്കണം. എല്ലാവരും. അപ്പൊ ഇത് അള്ളാഹുവിനോടുള്ള ദുആയുടെ രാത്രിയാണ്. 5 രാത്രികളുണ്ട്. ആ രാത്രികളിൽ ദുആ തള്ളപ്പെടുകയില്ല. ഏതാണ് 5 രാത്രികൾ? ഒന്ന് റജബിലെ ആദ്യത്തെ രാത്രിയാണ്. ഷഅബാനിൽ 15-ാം രാത്രിയാണ്. പിന്നെയോ വലൈലത്തുൽ ജുമുഅ രാത്രിയാണ്. വലൈലത്തുൽ ഫിത്ർ ചെറിയ പെരുന്നാൾ രാത്രിയാണ്. വലൈലത്തുൽ നഹരി ബലി പെരുന്നാൾ രാത്രിയാണ്. 5 രാത്രി ദുആഇന് ഒരു കാരണവശാലും തള്ളപ്പെടുകയില്ല. അല്ലാഹു ആ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇമാമുന ശാഫിഈ വറക്കബറ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇന്ന ദുആ യുസ്തജാബു ഫീ 5 ലയാലിൻ. 5 രാത്രികളിൽ ദുആക്ക് ഉറപ്പായും ഉത്തരമുണ്ടാകും. ഫീ ലൈലത്തുൽ ജുമുഅ. ആരാ പറയണേ? ഷാഫി ഇമാം. ഷാഫി ഇമാമ പറയുന്നത്.
എന്നിട്ട് അതൊക്കെ തള്ളിയിട്ടാണ് ഇന്നത്തെ 1.25 പിന്നാലെ നടക്കണം. ഒരുത്തനെ പിടിച്ചാ കരുത്തനെ പിടിക്കാൻ, അങ്ങനെ ഉണ്ടല്ലോ ഒരു നിയമം. എന്റെ വാപ്പയൊക്കെ പറയും, എന്ത് ഒരുത്തനെ പിടിച്ചാ കരുത്തനെ പിടിക്കണം. ഇമാം ശാഫിഈ റളിയല്ലാഹു തആല ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യുസ്തജാബു ഫീ 5 ലയാലിൻ, 5 രാത്രികളിൽ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകുന്നതാണ്. ഫീ ലൈലത്തുൽ ജുമുഅ, 1 ജുമുഅ രാത്രി, വലൈലത്തുൽ അദ്ഹാ വലിയ പെരുന്നാൾ രാത്രി, വലൈലത്തുൽ ഫിത്രി ചെറിയ പെരുന്നാൾ രാത്രി, റജബിൽ ആദ്യത്തെ രാത്രി, വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. അപ്പൊ ഒന്നും കൂടി പറയും, 5 രാത്രി ദുആ ഒരു കാരണവശാലും തള്ളപ്പെടില്ല എന്നാര് പറയുന്നു? ഇമാമുന ശാഫിഈ. പോരെ പറഞ്ഞ ആളെ പോരെ, ആരാ പറഞ്ഞത്? ഇമാമുന ശാഫിഈ. 10 ലക്ഷം ഹദീസിലേറെ മനപ്പാടമുള്ള ഇമാമുന ശാഫിഈ. എന്റെ സമുദായത്തിൽ ഒരു ആൺകുട്ടി വരുന്നുണ്ട്, ആ ആൺകുട്ടി ചക്രവാളം മുഴുവനും വിജ്ഞാനം നിറക്കുമെന്ന് മുത്തുനബി നേരത്തെ പറഞ്ഞ ഇമാമുന ശാഫിഈ. ഭൂമിയുടെ ചക്രവാളം മുഴുവനും വിജ്ഞാനം നിറക്കുന്ന ഒരു പണ്ഡിതൻ എന്റെ സമുദായത്തിൽ എനിക്ക് ശേഷം വരുന്നുണ്ട് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ ഈ ഹദീസ് കൈകാര്യം ചെയ്ത എല്ലാവരും പറഞ്ഞു. ആ പറഞ്ഞ ആൾ ആരാണ്? ഷാഫി ഇമാം. ഷാഫി ഇമാം പറഞ്ഞു, 5 രാത്രിയിൽ ഒരിക്കലും ദുആക്ക് തള്ളപ്പറ, 5 രാത്രി ഒരിക്കലും ദുആ തള്ളപ്പെടൂല. അല്ലാഹ് നീ അത് പാലിക്കാൻ തൗഫീഖ് തരണമേ റബ്ബേ. ആ രാത്രി അത് പാലിക്കാൻ തൗഫീഖ് തരണമേ റബ്ബേ. ഏതൊക്കെ 5 രാത്രി? 1 ഫീ ലൈലത്തുൽ ജുമുഅ, ജുമുഅ രാത്രി, ലൈലത്തുൽ അദ്ഹാ വലിയ രാത്രി, ലൈലത്തുൽ ഫിത്രി ചെറിയ രാത്രി, 3 കഴിഞ്ഞു. പിന്നെ റജബിലെ ആദ്യത്തെ രാത്രി, വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. പഠിച്ച ഇൽമിന് സ്വലാത്ത്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് ഹബീബില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് ഹബീബില്ലാഹ്. നിഹായിൽ ബഹുമാനപ്പെട്ട ഇമാം റംലി തങ്ങൾ പറഞ്ഞു, വയുസ്തഹബു ഇഹ്യാഉ ലൈലത്തൽ ഈദ് ബിൽ ഇബാദത്ത് കൊണ്ട് മനോഹരമാക്കണം ഏതിനെ? ചെറിയ പെരുന്നാൾ രാവിനെയും വലിയ പെരുന്നാൾ രാവിനെയും. അതേപോലെ തന്നെ ലൈലത്തുൽ ജുമുഅ, ജുമുഅ രാത്രിയിലും, വലൈലത്തുൽ അവ്വൽ മിൻ റജബ് ആദ്യത്തെ രാത്രിയിലും, വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ 15 രാവിനും. ഒരുപാട് പ്രത്യേകതയുണ്ട്. 15 പ്രത്യേകതയുണ്ട്. 15നാണല്ലോ എന്തുണ്ടായത്? ഖിബ്ല മാറ്റിയത് 15നാണ്. ഖിബ്ല മാറ്റിയത് 15നാണ്. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها. പരിശുദ്ധ കഅബയിലേക്ക് മുഅ്മിനീങ്ങൾ പിന്നെ ഖിബ്ല മാറ്റിയിട്ടില്ല. ആദ്യം കഅബയിലേക്ക്, പിന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക്, പിന്നെ സ്ഥിരപ്പെടുത്തി എവിടെ? കഅബയിലേക്ക് പരിശുദ്ധ ഖിബ്ലയെ സ്ഥിരപ്പെടുത്തിയത് എന്നാണ്. ശഅബാൻ 15നാണ്. 15 പ്രധാനപ്പെട്ട അഭിപ്രായം പകലിൽ. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. ഇങ്ങനെ ഞാൻ ഇനി നീട്ടുന്നില്ല, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇതൊക്കെ മതിയാകും. ഞാൻ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ കിതാബുകളുണ്ട്. ആർക്കെങ്കിലും ഇവിടെയൊക്കെ ഈ പട്ടിക്കാടാൻ പോയി ചോദിച്ച്, പട്ടിക്കാട് നല്ല ഉസ്താദന്മാരുണ്ടാവും, ഒന്ന് ചോദിച്ചാൽ മതി. അവിടെ ഉണ്ടാവും ഡസൻ കണക്കിന് തഫ്സീറുകൾ, ഡസൻ കണക്കിന് ഇമാമിങ്ങളെ തഫ്സീറുകൾ പട്ടിക്കാട് ജാമിഅ നൂരിയിലുണ്ട്. ഒന്ന് പോയി ചോദിച്ചു നോക്കി സാറുമാരെ. എന്നിട്ട് അതൊക്കെ ഒന്ന് നോക്കിക്കളി. ആരെങ്കിലും മലയാളം വായിക്കാൻ ഒരാൾ ഇങ്ങനെ കാണിച്ചു തന്നാലെങ്കിലും നിങ്ങൾക്കും കഴിയുമല്ലോ. ഏതെങ്കിലും ഒരു ഇമാമ് ലൈലത്തുൽ ബറാഅ തെറ്റാണ് എന്ന ഒരു ഇമാമ് പറഞ്ഞിട്ടേ ഇല്ല. ഒരു ഇമാമ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഏതോ ബിദ്അത്തിന്റെ കക്ഷികളെ കോന്തിനെ പിടിച്ചു പോയ വിഡ്ഢികളുണ്ടാവും, അവരെ പറ്റി ഇവിടെ വർത്താനമില്ല.
ലോകം അംഗീകരിക്കുന്ന ഉലമാക്കൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മനുഷ്യന്റെ ഇബാദത്ത് വസ്വാസാക്കുന്നവരെ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുക. മനുഷ്യൻ റബ്ബിനോട് ദുആ ചെയ്യുന്ന സമയങ്ങളെ മുടക്കുന്നവരെ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കുക. റബ്ബിനെ പേടിച്ചോളി. റബ്ബിന്റെ അടിമകൾ റബ്ബിലേക്ക് ദുആ ചെയ്യുന്ന അവസരത്തെ മുടക്കിയാൽ സൂഉൽ ഖാത്തിമ ഉണ്ടാവും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്താണ് ചെയ്യേണ്ടത്? മഹാന്മാരായ ഉലമാക്കൾ പലരും പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാനിവിടെ ഏകദേശം ജമ ചെയ്ത് പറയുന്നത്. അന്ന് 3 ചെയ്യേണ്ട കാര്യം തുടക്കം മുതൽ പറയാണ്. 1, ചില ഇബാദത്തുകൾ മാത്രമേ ഞാൻ പറയാം, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്നവരും ഉസ്താദുമാരി പറഞ്ഞു തരും ചെയ്യും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അത്യാവശ്യമായി പഴയകാലം മുതലേ മുഅ്മിനീങ്ങൾ ചെയ്തു പോരുന്ന കാര്യങ്ങളിൽ ഒന്നാണ് മഗ്‌രിബിന് ശേഷം 3 യാസീൻ ഓതുക. പഴയ കാലം മുതലേ മുഅ്മിനീങ്ങൾ ചെയ്യുന്ന അമലുകളിൽപ്പെട്ടതാണ് 3 യാസീൻ ഓതുക. 3 യാസീൻ ഓതുക. ഏതൊക്കെയാ 3 യാസീനുകളെ? 3 യാസീൻ ഓതുക എന്തിനു വേണ്ടി? 1 ബിനിയത്തി തൂലിൽ ഉംരി, 2 ബിനിയത്തി ദഫഇൽ ബലാഇ, 3 ബിനിയത്തിൽ ഇസ്തിഗ്നാഇ അനിൻ നാസി. ഒരു യാസീൻ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ് ഉണ്ടാകാൻ മറക്കരുത്. എന്ത്? എങ്ങനെ അല്ലാഹുവിന്റെ കിതാബ് അങ്ങനെ തന്നെ വായിക്കാം. അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ബിനിയത്തി തൂലിൽ ഇൽമി ഫീ തൂലിൽ ഉംരി ഫീ ത്വാഅത്തില്ലാഹ്, അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ദീർഘായുസ് ഉണ്ടാകാൻ. ദീർഘായുസ് ഉണ്ടായ പോരാ, എങ്ങനെ ഉണ്ടാകണം? അല്ലാഹുവിന്റെ പൊരുത്തത്തിലുണ്ടാകണം. ഇബാദത്തിന് ത്വാഅത്തിന് വേണ്ടി ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വെറുതെ കുറെ ആയുസ് ഉണ്ടായിട്ട് കാര്യമില്ല. ആ ആയുസ് ചോദ്യം ചെയ്യപ്പെടും, അള്ളാഹിന്റെ കോടതിയിൽ പരാജയപ്പെടും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കുറച്ച് ആയുസ് വെറുതെ ഉണ്ടായിട്ട് കാര്യമില്ല. ബർഫിലോ ടെർഫിലോ എന്താ പറയാ, അതിൽ പോയി പന്തളിക്കാൻ വേണ്ടി കുറച്ച് ആയുസ് ഉണ്ടായിട്ട് കാര്യമില്ല. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ. അപ്പൊ എന്തിന്? അല്ലാഹുവിന്റെ ത്വാഅത്തിലായി, അത് പ്രത്യേകം മറക്കരുത്. അല്ലാഹുവിന്റെ ത്വാഅത്തിലായി ദീർഘായുസ് ഉണ്ടാകാൻ ഒരു യാസീൻ. 2 ബിനിയത്തി ദഫഇൽ ബലാഇ, എല്ലാ ബലാ മുസീബത്തിനെയും തട്ടിക്കളയുക എന്ന നിയത്ത് ചെയ്ത്. 3 വബിനിയത്തിൽ ഇസ്തിഗ്നാഇ അനിൻ നാസി, ജനങ്ങളെ തൊട്ട് ഹിനയുണ്ടാകാൻ, ആരാന്റെ മുന്നിൽ നിന്നിലായി കൈനീട്ടാതിരിക്കാൻ. പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ പറഞ്ഞല്ലോ എനിക്ക് കാര്യമായ ജോലിയൊന്നുമില്ല, ജോലി എന്തായാലും പൈസ കയറിയിട്ടും ചെയ്യുന്നതല്ല. എങ്ങനെ നടക്കണത് അറിയില്ല, റബ്ബ് നടത്തി തരുന്നുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? ഇവിടെ ഇപ്പൊ സ്വാഗതം പറഞ്ഞില്ലേ, പറയേ അസീസ് ദാരിനോട് സ്വാഗതം പറഞ്ഞല്ലോ. ഇതൊക്കെ തന്നെയല്ലേ നമ്മളെയൊക്കെ അവസ്ഥ. എന്ത് ബാങ്ക് ബാലൻസ് ആർക്കാണുള്ളത്? എന്ത് ബാലൻസ് ഉള്ളത്? റാഹത്തായി പോയി. നമുക്ക് തന്നെ ബാലൻസ് ഉണ്ട് ഇല്ല, പിന്നുണ്ടോ ബാങ്ക് ബാലൻസ്? അള്ളാന്റെ അടുക്കലാ ബാലൻസ്. നമുക്കൊരു ബാലൻസേ ഉള്ളൂ. എന്ത് എന്ന് പറയും മനുഷ്യന്മാര്. എന്താ നമ്മളെ ബാലൻസ്? എന്തൊരു മനുഷ്യന്മാരാണ്. എന്താ നമ്മളെ ബാലൻസ്? ലാ ഹൗല വലാ ഖുവത, ബാലൻസ് ആക്കി പോവുക. എന്ത് ബാലൻസ്? എന്താ ബാലൻസ്? അതാണ് ഇന്റെ ബാലൻസ്. ഇന്റെ ബാലൻസ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അത് വലിയ ബാലൻസ് തന്നെയാ, അത് വലിയ ബാലൻസാ. എന്നോടൊരു സാധുവായ മനുഷ്യൻ പറഞ്ഞു, സുന്നിയായ മുത്തഖിയായ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു മുത്തഖിയായ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ATM കാർഡ് ഉണ്ട് ഉസ്താദേ. എൻ്റെ ATM പൈസ എടുത്താലാണ് ഞാൻ എൻ്റെ 4-5 മക്കളെയും കെട്ടിച്ചേറും. എനിക്കറിയാം അവർക്ക് ATM ഇല്ല. പിന്നെ അവർ പറഞ്ഞു, എൻ്റെ ATM ഞായറാഴ്ച എടുക്കാറ്, തിങ്കളാഴ്ച എടുക്കാറ്, എന്നും എടുക്കാറും. എൻ്റെ ATM പൈസ കഴിക്കാറും. എൻ്റെ ATM പൈസ ഉസ്താദേ. എന്താ വെച്ച് പറഞ്ഞു, എൻ്റെ ATM ഇങ്ങനെയല്ല, എൻ്റെ ATM ഇങ്ങനെയല്ല, എൻ്റെ ATM ഇങ്ങനെയാണ്. മനസ്സിലായില്ല? എല്ലാവരും ATM കാർഡ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം പറയും മനുഷ്യന്മാരെ. ഇങ്ങനെ അടിയിക്ക കുട്ട, എൻ്റെ അത് അടിയിക്കല്ല കുട്ട, മേലക്ക് കുട്ട. പഠിച്ചോനെ അപ്പൊ ഇങ്ങോട്ട് വരും ATM-ല്. മനസ്സിലായില്ല? 10 പൈസ ഇല്ലാത്ത ആള് 4-5 കുട്ടികളെ കെട്ടിച്ചു, നല്ല റായത്തായി കുടുംബജീവിതം. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒപ്പര കണ്ടിട്ടുണ്ട്. എന്റെ ATM കാർഡ് ഉണ്ട്,
എവിടുക്ക? അടിയിക്കല്ല, മേലെ. ATM പോയാല് പൈസ ഇല്ല, ATM പൈസ കഴിഞ്ഞു, അവിടെ സിഗ്നൽ കാട്ടൂല. എന്റെ ATM ഫുൾ ടൈം പൈസ ഉണ്ടാവും. അടിയിക്കല്ല, മേലക്കാ കുത്ത. അങ്ങനെ കുത്തും. ബറാത്ത് രാവിലെ കുത്തും, പറയും മനുഷ്യന്മാരെ. പിന്നെ മിറാജിന് കുത്തും, പിന്നെ റജബിന് കുത്തും, പിന്നെന്ത് റമളാൻ രാത്രി ഒക്കെ കുത്തും, പിന്നെ വെള്ളിയാഴ്ച രാവിലെ വേറെ കുത്തും. എവിടേക്കാ കുത്തുന്നത്? എന്തൊരു മനുഷ്യന്മാരാണ്. എവിടേക്കല്ല? അടിക്കല്ല കുത്തുന്നത്. എന്റെ ATM മേലക്കാണ് കുത്തുക. എന്റെ ATM പൈസ ഇല്ലാത്ത കാലമില്ല, ഫുൾ ടൈം പൈസ. ഇങ്ങനെയാണ് കുട്ടിയ, ഇങ്ങനെ അങ്ങനെ നടക്കും. ഒക്കെ എല വന്ന് എന്റെ കാരണം എന്നെ അവസരം ഉപയോഗപ്പെടുത്തണം, അവസരം ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ 3 കാര്യം. ആ 3 കാര്യം എന്ന് പറയും. 3 യാസീൻ ഓടുക. ഒന്നെന്തിന്? അത് പറഞ്ഞത് പോലെ തന്നെ പറഞ്ഞു. എങ്ങനെ? അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ് ഉണ്ടാകാൻ. 1. 2 ആപത്ത് മുസീബത്തുകളെ തട്ടിക്കളയാൻ. 3 ജനങ്ങളെ തൊട്ട് ഇണയുണ്ടാകാൻ. മനസ്സിലായില്ലേ? ആരാന്റെ മുന്നിൽ നിന്നരായി കൈനീട്ടാതെ ഇസ്സത്തിൽ ജീവിക്കാൻ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണമേ റബ്ബേ. ആരാന്റെ മുന്നിൽ നിന്നരായി കൈനീട്ടാതെ ഞങ്ങൾ ജീവിപ്പിക്കണമേ റബ്ബേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ യാസീനോട് കൂടെയും ഓരോ യാസീനും വേറിട്ട് ചെയ്യണം. അതായത് അൽ ഫാത്തിഹ എന്ന് പറയാം, എന്നിട്ട് അതിന്റെ യാസീനോട്, എന്നിട്ട് അതിന്റെ ഇഖ്ലാസ് മുഅവ്വദത്തിനോട്, എന്നിട്ട് ദ്വാരക്ക, എന്നിട്ട് അടുത്ത ഫാത്തിഹ. മനസ്സിലായോ പറഞ്ഞത്? അത് തന്നെ ബഹുമാനപ്പെട്ട ഉലമാക്കൾ വേറെ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാ കിതാബും ഞാനിവിടെ വായിക്കുന്നില്ല. അതായത് ഓരോ യാസീനുകളും വേറെ ദുആ ചെയ്യണം. യാസീൻ പറഞ്ഞാൽ മതി, പിന്നെ ഫാത്തിഹ പറയേണ്ടതില്ല. എന്തുകൊണ്ട്? യാസീന്റെയും ഉമ്മാണല്ലോ ഏത്? ഫാത്തിഹ. നിങ്ങൾ ഇബ്രാഹിം നബിക്ക് ഒരു യാസീൻ ഓതിക്കോളി എന്ന് പറഞ്ഞാൽ മുത്തുനബിനെ അതിൽ കൂട്ടണമെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം മുത്തുനബി നമ്മളെ കൽബിൽ ഉണ്ടായാലേ ആരുണ്ടാവുള്ളൂ. വർത്താൻ തന്നെയല്ലേ. നിങ്ങൾ മൊഹീദ്ദീൻ ശേഖിന് ഫാത്തിഹ ഓതി എന്ന് പറഞ്ഞാൽ നബിക്കോതൊന്നും ചോദിക്കേണ്ട ആവശ്യം തന്നെയില്ല. മുത്തുനബി ഇല്ലാതെ ഒരു മൊഹീദ്ദീൻ ശേഖ് ഉണ്ടാവില്ല. ഒന്ന് സല്ലല്ലാഹു എന്ന് പറയും, മുത്തു അഹമ്മദ് മുസ്തഫ അള്ളാന്റെ ഹബീബിന്റെ പിന്നാലെ അതിൽ ഫഖ്റ് നടിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അള്ളാന്റെ ഹബീബിൽ അഭിമാനിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതുമ്മാക്കും ബാപ്പാക്കും നമ്മളെ ഉമ്മാനെ, മരിച്ച ഉമ്മാനെ കടത്തിയിട്ട് നമ്മൾ ദ്വാരക്കും. ആദ്യം ആർക്ക് പറയും? ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ. അങ്ങനെയല്ലേ? അങ്ങനെ അല്ലേ? ഉമ്മാനെ കടത്തിയിട്ട് ദ്വാരക്ക. ആർക്ക്? ഇലാ ഹളറത്തിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. ആദ്യം ആർക്ക് ഫാത്തിഹ? ഫാത്തിഹ വിളിച്ചതാർക്കാ? ഇവിടെ ദ്വാരക്കണ ആർക്കാ? ഉമ്മാക്ക്. ഫാത്തിഹ വിളിച്ച ആർക്കാ? മുത്തുനബിക്ക്. മയ്യിത്തുസ്കാരം അങ്ങനെ തന്നെയല്ലേ? ഉമ്മാക്ക് ദ്വാരക്കണ മുമ്പ് മുത്തുനബി കൊടുക്കാനല്ലേ അള്ളാഹു പറഞ്ഞത്? ഫാത്തിഹ കഴിഞ്ഞാൽ സ്വലാത്ത് കഴിഞ്ഞാലാണ് ഉമ്മാക്ക് ദ്വാര. നിങ്ങൾ എന്റെ കൂടെ അല്ലേ? മനസ്സിലായില്ലേ? അള്ളാഹു പഠിപ്പിച്ചതും അങ്ങനെയാണ് മനുഷ്യ. മുത്തുനബിയെ പറയാതെ, മുത്തുനബിക്ക് കൊടുക്കാതെ പിന്നെ ഒരാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നതുപോലെ ബഹുമാനപ്പെട്ട സൂറത്തുൽ ഫാത്തിഹയെ പ്രത്യേകം പറയേണ്ടതില്ല. ഏത് കാര്യം ഇപ്പൊ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഇഖ്ലാസ്, ഒരു ഫലക്കനാസ്, അവിടെ എന്ത് പറയേണ്ടതില്ല? ഫാത്തിഹ പറയേണ്ടതില്ല. ഫാത്തിഹ അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. എല്ലാത്തിന്റെയും അസ്ലാണ് ഫാത്തിഹ. അപ്പൊ വേറിട്ട് ഒരു ഫാത്തിഹ, അൽ ഫാത്തിഹ എന്ന് പറയാം. മനസ്സിലായോ പറഞ്ഞത്? ഫാത്തിഹ, പിന്നെ യാസീനോട്, പിന്നെ ഇഖ്ലാസ് മുഅവ്വദത്തിന് ഓതി ദ്വാരക്ക. 1. മനസ്സിലായോ? രണ്ടാമത്തത് അതെന്തിന്? ആദ്യത്തത് എന്തിന്? അള്ളാഹുവിന്റെ പൊരുത്തത്തിലായ ദീർഘായുസ്സിന്. രണ്ടാമത്തത് എന്തിന്? ആപത്ത് മുസീബത്ത് തടഞ്ഞു പോകാൻ.